ചേരുന്നുണ്ട്. സൈഫ, ഈ കടകംപള്ളി ഉൾപ്പെടെ ചോദ്യം ചെയ്തപ്പോൾ കൂടുതൽ പ്രതിസന്ധിയിലായ CPM പിന്നീട് എടുത്തു പറഞ്ഞത് UDF കൺവീനറെയും ചോദ്യം ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം പറയുന്നു നിലവിലിപ്പോൾ അദ്ദേഹത്തെ വിളിപ്പിച്ചിട്ടില്ല. അങ്ങനെ വിളിപ്പിക്കുകയാണെങ്കിൽ SITക്ക് മുന്നിൽ പോകേണ്ട അവസ്ഥ വരികയാണെങ്കിൽ തനിക്ക് പറയാനുള്ളതെല്ലാം തുറന്നു പറയുമെന്നുള്ളൊരു ആത്മവിശ്വാസം കൂടി അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ ഒരു നീക്കത്തെ എങ്ങനെയാണ് കാണേണ്ടത്? അമൃത, നേരത്തെ അത് LDF ക്യാമ്പിലാണ് ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിവിധ തരത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചതെങ്കിൽ അത് മാറി UDFലേക്ക് കൂടി എത്തിച്ചേരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന, ഈ വിവാദമുണ്ടാകുന്ന സമയത്ത് ദേവസ്വം മന്ത്രിയായിരുന്ന കഴിഞ്ഞ പിണറായി മന്ത്രിസഭയിലെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു എന്ന വാർത്ത 2-3 ദിവസം മുമ്പാണ് പുറത്തു വരുന്നത്. അതിന് പിന്നാലെ, ആ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തന്നെ UDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തു SIT എന്നുള്ള വിവരം കൂടി പുറത്ത് വരികയുണ്ടായി. ഇതോടുകൂടിയാണ് UDF ക്യാമ്പിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടായത്. ആശയക്കുഴപ്പമെന്ന് പറയാനുള്ള കാരണം, ഈ ഹൈക്കോടതിയുടെ വിധി വന്നിരുന്നു. ഇതിനകത്ത് SITയുടെ അന്വേഷണം വേണം, പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ രൂപീകരിച്ച് അല്ലെങ്കിൽ പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് അവർ അന്വേഷണം നടത്തണം എന്നുള്ള നിലപാടെടുത്തത് സർക്കാരല്ല, ഹൈക്കോടതിയാണ്. ആ വിധി വന്നതിന് പിന്നാലെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആ വിധിയെ സ്വാഗതം ചെയ്യുകയുണ്ടായി. SITയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്ന് അദ്ദേഹം പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുകയുണ്ടായി. എന്നാൽ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചതോടുകൂടി ആ നിലപാടിൽ നിന്ന് കോൺഗ്രസ് നേതൃത്വം മാറുകയാണ് എന്നുള്ളതാണ് നമുക്ക് കണ്ടെടുക്കാൻ കഴിയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ബൈറ്റായി നമുക്ക് കണക്കാക്കാൻ കഴിയുക ഒരുപക്ഷെ AICCയുടെ ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലിൻ്റെ വാക്കുകൾ തന്നെയാണ്. SIT അന്വേഷണത്തെ നമ്മൾ സ്വാഗതം ചെയ്തതാണ്, പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മേൽ സമ്മർദ്ദമുണ്ട്. CBI അന്വേഷിക്കണമെന്ന ആവശ്യം അദ്ദേഹം നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചതാണ്. അതുപോലെ തന്നെ SIT അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥർക്ക് മേൽ സമ്മർദ്ദമുണ്ട്. അതുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് അറിയാതിരിക്കുകയും അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ തീരുമാനമെടുത്തതോടുകൂടി ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ അത് അറിയുകയും ചെയ്തത് എന്ന് പറയുക വഴി SITയുടെ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് തൃപ്തിയില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് KC വേണുഗോപാൽ ചെയ്തിട്ടുള്ളത്. പിന്നീട് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബൈറ്റായി നമുക്ക് കണക്കാക്കാൻ കഴിയുക ഇതിൽ പ്രധാനപ്പെട്ട കക്ഷിയായ അടൂർ പ്രകാശിൻ്റെ തന്നെയാണ്. അദ്ദേഹം പറയുന്ന കാര്യം, മാധ്യമങ്ങളിലൂടെയാണ് താൻ ഈ വാർത്ത അറിയുന്നത്, നോട്ടീസ് തനിക്ക് കിട്ടിയിട്ടില്ല, തനിക്ക് കിട്ടിയാൽ താൻ ചോദ്യം ചെയ്യലിന് ഹാജരാകും. ഇപ്പോൾ ശശി നടത്തുന്ന, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ ശശി നടത്തുന്ന ചില ഗിമ്മിക്കുകളാണ് ഈ കാണുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഇതിൽ അത് സർക്കാർ ഈ വിഷയത്തെ, ഈ രണ്ടുപേരുടെയും ബൈറ്റ്, അതിനപ്പുറം പ്രതിപക്ഷ നേതാവിനോട് ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷത്തിലുണ്ടായ ഈ ആശയക്കുഴപ്പത്തെ പരമാവധി ഉപയോഗപ്പെടുത്താനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വേണം തദ്ദേശ വകുപ്പ് മന്ത്രിയായ MP രാജേഷിൻ്റെ ഒരു പ്രതികരണത്തെ നമ്മൾ നോക്കിക്കാണാൻ. നേരത്തെ SIT അന്വേഷണത്തെ സ്വാഗതം ചെയ്ത പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ടാണ് ഇപ്പോൾ മലക്കം മറിയുന്നത് എന്നുള്ള ചോദ്യം, അത് കുറുക്കിക്കൊള്ളുന്ന രാഷ്ട്രീയ ചോദ്യം തന്നെയാണ്. ആ ചോദ്യത്തിനുള്ള മറുപടി നൽകേണ്ടത് പ്രതിപക്ഷ നേതാവാണ്. എന്തായാലും നേരത്തെ ഉണ്ടായിരുന്ന ഒരു ആശയക്കുഴപ്പം, SIT ഇപ്പോഴും പിടിമുറുക്കിയിരിക്കുന്നത് LDFനെ ആണെന്നുണ്ടെങ്കിലും ചെറിയൊരു ആശയക്കുഴപ്പം അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുമെന്ന് വാർത്ത പുറത്തു വന്നതോടുകൂടി UDF ക്യാമ്പിലും ഉണ്ടാക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ചോദ്യം ചെയ്യൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അദ്ദേഹം പറയാൻ പോവുക എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കൂടി കണ്ടിട്ട് വേണം അതിൻ്റെ മുന്നോട്ട് പോക്ക് എങ്ങനെയാണ്, രാഷ്ട്രീയ മുന്നോട്ട് പോക്ക് എങ്ങനെയാണെന്ന് നമ്മൾ വിലയിരുത്താൻ. അമൃത.